ഹലോ, ആരെ നിങ്ങളെയോ? കഴിക്കാം. അതിനെന്താപ്പോ? പിന്നെന്താ? ലാസ്റ്റ് പണി ബാക്കിയുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഇറങ്ങി പോകാൻ പാകത്തിന് പറ്റണം എന്നുള്ള മനസ്സിലൊരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഈ യൂണിഫോം ഇട്ട് നിൽക്കുന്നത്. എങ്ങോട്ടാ വരേണ്ടത്? ഞാൻ മാത്രം മതിയോ? അത് ശരിയാവില്ലല്ലോ. അതുപോലെ ഇങ്ങനെ പരദൂഷണവും പച്ചറച്ചി തിന്നുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പുറത്ത് ഞാനിട്ട വീഡിയോയ്ക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. 3-4 ദിവസത്തിന് ശേഷം പുറത്തുനിന്നുള്ള ആൾക്കാർ കണ്ടിട്ടാണ് അത് റീച്ചായത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു മെൻറ്റാലിറ്റി ആലോചിച്ച് നോക്കൂ. എന്തിനാ കുറ്റം പറയുന്നത്? ഒരു യൂണിഫോം ഇട്ട് കുക്ക് ചെയ്തതിനോ? ആരോടും പറയൂല. മഹറോ, ഞാനെന്താ അവിടെ മഹർ കിട്ടാതെ അല്ല എടുക്ക? ഒരു 500 പവനും ഒരു... ഇത് കാണുമ്പോഴേക്കും വികാരം വരുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ പ്രശ്നമാണോ അല്ല എൻ്റെ പ്രശ്നമാണോ? കമൻ്റ് ഇടുന്ന എത്ര ലേഡീസ് കണ്ണ് പൊത്തിയിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നുണ്ട്. അതായത് ഞാൻ പെണ്ണിനെ മാത്രമേ നോക്കുള്ളൂ, ഒരു പുരുഷനെ നോക്കില്ല എന്ന് പറഞ്ഞിട്ട് സ്ക്രോൾ ചെയ്ത് പെണ്ണിൻ്റെ വീഡിയോ മാത്രം വരുമ്പോൾ നിങ്ങൾക്കറിയും നിങ്ങൾ അപ്പം മാത്രമാണോ ഓപ്പൺ ചെയ്ത് നോക്കുന്നത്? അല്ലല്ലോ, നിങ്ങളും പുരുഷന്മാരെ കാണുന്നില്ലേ? അപ്പം ഇതൊക്കെ ഞാൻ ചോദിക്കൂലേ? എന്നിങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ ഒരു മുഖം കാണിച്ചു എന്നുള്ള ഒരൊറ്റൊരു റീസണും വേണ്ടിയിട്ട് എന്നെ അത്രയും മോശമായിട്ട് നിങ്ങളെല്ലാവരും ചിത്രീകരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അഭിമാനമുള്ള ഒരാൾ തിരിച്ചു ചോദിക്കൂലേ? ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ ദിവസമായി നമ്മൾ ഇങ്ങനെ സംസാരിച്ചൊരു വീഡിയോ ഇട്ടിട്ട്. കുറേ വീഡിയോസൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ അത് എഡിറ്റ് ചെയ്ത് ഇടാൻ ഉള്ളൊരു സമയമില്ലാത്തതുകൊണ്ടാണ് ഇടാത്തത്. പക്ഷെ ഇപ്പം ഞാൻ അർജൻറ്റായിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. വേണമെങ്കിൽ ഇതൊരു തമാശയായിട്ട് കണക്കാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ടും കണക്കാക്കാം. പൊതുവെ നമ്മൾ ഈ ലേഡീസ് പുറം ലോകത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നമാണ്. അതിന് 2 രീതിയിൽ ജനങ്ങൾ വ്യാഖ്യാനിക്കും. നീ പുറം ലോകത്തേക്ക് നിന്നെ കാണിച്ചത് കൊണ്ടല്ലേ, നീ എന്തിനാണ് അതിന് നിന്നു കൊടുത്തത്, ഇങ്ങനെയും പറയാം. അതല്ലാതെ ബോൾഡായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്തു, ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നും പറയാം. ഈ 2 രീതിയിലും എടുക്കുന്ന ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട്. അപ്പോൾ 2നെക്കുറിച്ചും നമ്മൾ ബോധേഡാവേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ സമൂഹത്തിൽ ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ തടസ്സങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ വരും. അപ്പം അങ്ങനെ വന്നൊരു സംഭവമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. അതിന് ശേഷം വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാനിന്ന് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് എന്ന് വെച്ചാൽ അങ്ങേയറ്റം മൂഡ് സ്വിങ്സ് ഉള്ള, ഭയങ്കര വിഷമിച്ച് വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന 2-3 ദിവസങ്ങളാണ് കടന്നു പോയിട്ടുള്ളത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഡിപ്രഷനും ഉണ്ട് എനിക്ക്. വർക്കിൻ്റെ സ്ട്രെസ്സ്, പിന്നെ ചുറ്റുമുള്ള കുറേ കാര്യങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ. അപ്പോൾ കാര്യത്തിലേക്ക് കടത്താം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ 2 ദിവസം മുമ്പ് മലപ്പുറം പോയിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതും. പിന്നെ ഞാൻ ഇന്നാളെ പറ്റിക്കപ്പെട്ടൊരു കാര്യം പറഞ്ഞില്ലേ, ആ ഒരു സംഭവത്തിൻ്റെ ഒരു തീരുമാനമാവാനും വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് വേറെ വർക്കിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് എനിക്കിന്ന് ബാങ്കിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ബാങ്കിലിരിക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്നൊരു കോൾ വരുന്നത്. അപ്പോൾ ആ കോൾ എന്താണെന്നുള്ളത് നിങ്ങൾ കേൾക്ക്, എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. ഓക്കെ? ഹലോ. വലൈക്കും അസ്സലാം, പറഞ്ഞോളൂ. ഇത് പാലക്കാടാണ്. നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒരു 5 ദിവസമായി. പാലക്കാടല്ലേ? അപ്പം ഞാൻ ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, അവർ ഇതെവിടെ സ്ഥലം ചോദിക്കുമ്പോഴേക്കും ഞാൻ ഇതിൽ പറയുന്നുണ്ട് ഇത് പാലക്കാടാണ്, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് 5 ദിവസമായി എന്നുള്ളത്. അതെന്താ സംഭവം വെച്ചാൽ, എനിക്കിപ്പോൾ ആക്ച്വലി ഈ ഒരു നമ്പർ ഞാനല്ല ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പം താൽക്കാലികമായിട്ട് എൻ്റെ സ്റ്റാഫ് ഇല്ലാത്തത് കൊണ്ട് ചില സമയങ്ങളിൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അതും പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് ഇതിലേക്ക് കോളായിരിക്കും. അപ്പം നമ്മളൊരു വീടിൻ്റെ ആവശ്യം പറഞ്ഞിട്ട് 10-30 കൊല്ലമായിട്ട് ഭർത്താവും ഇല്ലാതെ മക്കളും അനാഥയായിട്ട് അങ്ങനെ ഒരു വീട് പോലും ഇരിക്കാനില്ലാതെ ഒരു ഷെഡിൽ പാമ്പിൻ്റെയും മറ്റും കഷ്ടപ്പാടിൽ അങ്ങനെ താമസിച്ച് വരുന്ന അവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വീടുണ്ടാക്കി കൊടുക്കാനും വേണ്ടിയിട്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എൻ്റെ യൂട്യൂബിൽ, അല്ലെങ്കിൽ എൻ്റെ FBയിൽ, എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ചെയ്ത ഡേറ്റ് കാണാനായിട്ട് പറ്റും. ഇതാണ് എൻ്റെ ഒരു ചിന്ത, ഇത്രയ്ക്കേ പോയിട്ടുള്ളൂ. പക്ഷേ പുറത്തുള്ള ആൾക്കാർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഈ വീഡിയോ എപ്പോൾ പോസ്റ്റ് ചെയ്തതാണെന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പോൾ ഈ വിളിക്കുന്ന ആൾക്കാരോട് ഞാനാണെങ്കിലും എൻ്റെ ഹസ്ബൻഡാണെങ്കിലും പറയുന്നുണ്ട്, ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇത്ര ദിവസമായിട്ടുള്ളൂ,
കാര്യങ്ങളൊന്നും എന്താ പറയുക വീട് പണിയൊന്നും തുടങ്ങിയിട്ടില്ല, ഏതാ സ്ഥലം എന്നുള്ള കാര്യം. അപ്പം അതാണ് ഞാൻ ഈ പറയുന്നത്, ഏതാണ് സ്ഥലം, ഇത്ര ദിവസമായി പോസ്റ്റ് ചെയ്തിട്ട് എന്നുള്ളത്. ഇനി ബാക്കിയേക്കാം. പാലക്കാട് ടൗണിൽ തന്നെ 2-3 കിലോമീറ്റർ ചുറ്റളവിൽ. എന്റെ പേര് സെൽഹ. കഴിഞ്ഞതാ. മംഗലം കഴിഞ്ഞതാന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, നമ്മൾ പാലക്കാടല്ലേ. പിന്നെ എനിക്ക് കാര്യം മനസ്സിലായി, കാരണം വിളിക്കുന്ന കുറച്ച് പേരെങ്കിലും ഇതുപോലെ നിങ്ങൾ മാരീഡ് ആണോ, കല്യാണം കഴിഞ്ഞതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം അതിൽ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ ഇവർ അതുപോലെ ചോദിച്ചു. അപ്പോൾ ഓക്കെ, ഞാൻ കഴിഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് മിന്നിട്ടില്ലേ. പറയൂ. ഹലോ, ആരേ നിങ്ങളെയോ? കഴിക്കാം. അതിനെന്താപ്പോ? പിന്നെന്താപ്പോ, കഴിക്കാലോ. പിന്നെ സമ്മതാണ്. എന്റെ ഭർത്താവിനെയും മക്കളെ എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കോ? ഭർത്താവിന് വേണ്ടേ? എടുക്കുന്നേ, അയാള് പിന്നെ എങ്ങോട്ട് പോവാനാ? അപ്പോഴാണ് ആള് പറയുന്നത് എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ എന്നാണ് ചോദിക്കുന്നത്. ഇതിനു മുമ്പ് കല്യാണം കഴിഞ്ഞതാണോ എന്ന് ചോദിച്ചു. ഞാൻ ആണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇയാൾ ഇങ്ങനൊരു കാര്യം പറയുന്നത്. ഇതിലെന്താ വിഷയം എന്ന് വെച്ചാൽ ഫുള്ള് കേട്ടിട്ട് നമുക്ക് പറയാം. എങ്ങനെ ശരിയാവാ? ഭർത്താവിനെ കൂടെ എടുക്ക്. ഇങ്ങനെ പറഞ്ഞ അങ്ങനെ ശരിയാവാ? ഭർത്താവിന് അനാഥയാവൂലെ? പിന്നില്ലാതെ കാണാന്. എങ്ങോട്ടാ വരേണ്ടത്? ഞാൻ മാത്രം മതിയോ? അത് ശരിയാവില്ലല്ലോ. അത് സ്ഥലം എവിടെ? പറ. ആരുമില്ല. എന്തേ? ഇല്ലേ. എന്താണ്? ശരിക്കും എന്താ ആവശ്യം? എന്താ ആവശ്യം? ഇക്കാന്റെ പേരെന്താ? നിങ്ങളുടെ പേര്? പേര് പറഞ്ഞാ കൂട്ടാൻ പറ്റേ? എന്താണ്? എന്റെ പേര് പറഞ്ഞതാ, അതിനെ കൂട്ടാൻ പറ്റേ? കൂട്ടാൻ വരിക എന്ന് വെച്ചാല്? കൂട്ടാൻ പറ്റേന്ന് അങ്ങോട്ട്. ഒരു വീഡിയോയില് ഒരു പെണ്ണിനെ കാണുമ്പോഴേക്കും നമുക്ക് മംഗലം കഴിക്കണം, കൂട്ടാൻ വരണം, ഇങ്ങനെ പറയാൻ എങ്ങനെ കഴിയുന്നു? അതും അതുപോലെ ഒരു ചാരിറ്റി റിലേറ്റഡ് വീഡിയോ അല്ലേ? ഒരു കാര്യം പറയട്ടെ മോളോട്? മോള് ആരോട് പറയരുത് കേട്ടാ. ആരോടും പറയൂല. മഹർ തരും കേട്ടാ. മഹറോ? ഞാനെന്തോടെ മഹർ കിട്ടാതെ അല്ല എടുക്ക? മഹർ എത്ര വേണ്ട നോക്ക്? ഒരു 500 പവനും ഒരു 4 കോടിന്റെ ഒരു വീടും. പറ്റോ? മതി. പറ്റോ? ഡ്രസ് ഒന്ന് മോള്. ഡ്രസ് പറഞ്ഞിടുവാ. പർദ്ദയൊക്കെ ഇടും. ശരി, ഇക്കാക്കന്റെ പേരൊന്ന് പറയോ? അന്റെ പേര് ആരിഫ് മോളെ. പേര് പറയും, നല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്ക. ഹാരിസ്. എവിടെ സ്ഥലം? മലപ്പുറോ? ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? ഉമ്മ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇത്രയും കാലമായിട്ട് കല്യാണം കഴിച്ചില്ലേ? അതെന്തേ? പെണ്ണ് കിട്ടിയില്ലേ? പെണ്ണ് കിട്ടാണ്ട് തലക്ക് ഭ്രാന്തായതാണോ? നാട്ടിൽ എത്ര പെൺപിള്ളേരെ കാണുന്നുണ്ട്, ഇവരൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുവോ? ആണോ? ഇനി അതിന്റെയും കൂടെ ഒരു കുറവുള്ളൂ, ബാക്കി എല്ലാം തികഞ്ഞിരിക്കണം എന്റെ കാര്യത്തില്.
വരട്ടെ, നാളെ അങ്ങോട്ട് വരട്ടെ. അതെ, നിങ്ങൾക്ക് എന്തോ ഒരു സൈക്കാട്രി പ്രോബ്ലം ഉണ്ട്. ആദ്യം ഒരു ഡോക്ടറെ പോയി ഒന്ന് കാണുക, ട്രീറ്റ്മെന്റ് എടുക്കുക. ഓക്കെ? അല്ല, ഞാൻ വാട്സപ്പിൽ ഫോട്ടോ മുട്ടട്ടെ. ആ, ഫോട്ടോ വിടും. എന്നിട്ട് കണ്ടിട്ട് തീരുമാനിക്കണം. ശരി എന്നാ. എന്താണ്? ആ, ഹായ് ആയി. എന്നിട്ടൊരു ഫോട്ടോയും കൂടെ അയക്കും. ഒക്കെ തീരുമാനം. പറഞ്ഞിട്ടിട്ട് വരണോ? അതെന്തിനാ? ശരി, എനിക്കിപ്പോ കുറച്ച് തിരക്കുണ്ട്. ഞാൻ ഫോൺ വെക്കാണ്. എനിക്ക് സംസാരിക്കാനുള്ള ഒരു ഇതിലൊന്നല്ല ഞാനിപ്പോ ഉള്ളത്. ഈ നമ്പർ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ആരെങ്കിലും എന്തെങ്കിലും ചാരിറ്റി റിലേറ്റഡ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടി പറയാനും വേണ്ടിയിട്ടാ. അല്ലാതെ എനിക്ക് ഇതിനുള്ള സമയമില്ല കേട്ടോ. നമുക്ക് എന്തോ തലക്കസുഖമുണ്ട്, അതിനുള്ള ട്രീറ്റ്മെന്റ് എടുത്തോ. അപ്പോൾ ഇതാണ് സംഭവം. ഇതേപോലെ ഒരു ദിവസം രാത്രി 1:30 2 മണിക്കൊക്കെയാണ് കോൾ വരുന്നത്. ഇതൊക്കെ ഒരു പിന്നെയെന്ന് പറയുമ്പോൾ ഒരു കാര്യമില്ലാതെ വിളിക്കുന്ന ആൾക്കാരും ഉണ്ട്. അന്വേഷിക്കാൻ വിളിക്കുന്നത് ഓക്കെ, അതല്ലാതെ വിളിക്കുന്നത് പിന്നെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണെന്ന് പറയുക, ഇപ്പം തന്നെ കുറേ പേര് കമൻ്റ് ഇടാൻ അങ്ങനെ മുട്ടി നിൽക്കുന്നുണ്ടാവും. നീ എന്തിനാ ഇത്രയും നേരം സംസാരിച്ചത്? ആദ്യം തന്നെ നിനക്ക് ഫോൺ കട്ട് ചെയ്തുകൂടെ? ഇതൊരു പുരുഷൻ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അവരങ്ങനെ പറയുമോ? ഒരു ലേഡി ആണെങ്കിൽ ഏതെങ്കിലും ഒരുത്തന് എവിടെയെങ്കിലും ഒരു പെണ്ണിനെ കാണുമ്പോഴേക്കും എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ബ്ലെയിം ചെയ്യുന്നത് ആ പെണ്ണിനെ ആയിരിക്കും. എന്തിനാ ആ പെണ്ണ് പുറത്തു പോയത്? എന്തിനാ അവൻ്റെ മുന്നിൽ അങ്ങനെ പോയി നിന്നത്? അതായത് ആണുങ്ങൾക്ക് എന്ത് തോന്നുന്നതൊക്കെ അവർക്ക് നാച്ചുറലി ഉണ്ടാവുന്ന ഒരു സംഭവം. അതിൻ്റെ തെറ്റ് മൊത്തം സ്ത്രീകളുടെ മേലെയും കെട്ടിച്ചുമക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്ത്രീകൾ തന്നെയായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ പറയുന്നതും. നീ എന്തിനാ ഇത്രയും സംസാരിക്കാൻ പോയത്? നിനക്ക് സംസാരിക്കാൻ താല്പര്യമുള്ളത് കൊണ്ടല്ലേ, നീ അങ്ങനെ ആയതുകൊണ്ടല്ലേ, നീ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ, നിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടതുകൊണ്ടല്ലേ അയാൾ വിളിച്ചത്, അപ്പോൾ നീ കാണാനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടാണ്, അല്ലാതെ അവൻ്റെ തെറ്റല്ല എന്നൊക്കെ പറയുന്നത് നിങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. ആ ബോധത്തോടു കൂടി തന്നെയാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ വെറുതെ എനിക്കൊരു രസം, അല്ലാതെ എന്താ എല്ലാവരും പറയുക. ആരെങ്കിലുമൊക്കെ ഇതുപോലെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, സംസാരിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ, പ്രശ്നമൊന്നുമില്ല. അത് നിങ്ങളുടെ പാടെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അതല്ലാതെ നമുക്കൊട്ടും താല്പര്യമില്ല. ഇത് പബ്ലിക്കായിട്ട് ഈ ഒരു നമ്പർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള പേർപ്പസിനും വേണ്ടിയിട്ടാണ്. ഇതിൽ ഞാൻ വ്യക്തമായിട്ട് ഒരാളെ കണ്ട് വിവാഹം കഴിക്കാൻ ആലോചിക്കുന്ന അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് സ്വാഭാവികമാണ്. അപ്പോൾ അവർ വിവാഹിതയാണ് എന്ന് പറഞ്ഞതിന് ശേഷവും ഇതുപോലെ സംസാരിക്കുന്നത് അവരുടെ നരമ്പിൻ്റെ പ്രോബ്ലമാണ്, അല്ലാതെ നമ്മുടെ പ്രോബ്ലം അല്ല. വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പബ്ലിക്കായിട്ട് നാറ്റിക്കും. അതിനാണ് ഞാൻ വീഡിയോ ഇട്ടത്. ഇനി അടുത്തത് ഇനിയും എന്നെ ശല്യം ചെയ്യുകയാണ്. അപ്പോൾ ചിലർ ചോദിക്കുന്നത് എനിക്ക് അങ്ങോട്ട് ബ്ലോക്ക് ആക്കിക്കൂടെ എന്നുള്ളത്. അതെന്താ, ഞാൻ ബ്ലോക്ക് ആക്കിയിട്ട് അവൻ്റെ തെറ്റ് ചെയ്യാതിരിക്കണോ? അല്ലാതെ അവന് ഒതുങ്ങിക്കൂടെ? നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നുള്ളത് എനിക്കറിയാം. ഇത് മാത്രമല്ല, ഇതിൻ്റെ അപ്പുറവും പറയും. ഒരു പെണ്ണിനെ ഏതൊക്കെ വിധത്തിൽ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒതുക്കി മുക്കിലാക്കി ഇരുത്തണോ അതിൻ്റെ അങ്ങേയറ്റം നിങ്ങൾ നോക്കും. പക്ഷെ നമ്മൾ പുറത്തിറങ്ങിക്കൊണ്ട് നമുക്ക് മാന്യമായിട്ട് ജീവിക്കാനുള്ള അവകാശമില്ലേ? ഈ ആണുങ്ങളെ പേടിച്ചിട്ട് വീടിനകത്ത് തന്നെ ഇരിക്കണോ? ഇവർക്ക് എന്തെങ്കിലും തോന്നുന്നു വിചാരിച്ചിട്ട് നമ്മളെ ആരും കാണാത്ത രീതിയിലേക്ക് നമ്മൾ പോകണം. ഇത് നോക്ക്, കണ്ണ് അത്യാവശ്യം നല്ല രീതിക്ക് വീണ്ടും പഴുത്ത് ഇങ്ങനെ ഉണ്ടായിട്ട് കണ്ണിന് ചോര വരാമെന്നൊക്കെ കേട്ടിട്ടില്ലേ? പക്ഷെ എനിക്ക് ശരിക്കും വരും. ഞാൻ പിടിച്ച് അമർത്തിയിട്ട് അത്രയും ഞാൻ ബുദ്ധിമുട്ടിയിട്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട്. എൻ്റെ ഷോർട്സ് വീഡിയോയിൽ രാവിലെ കുക്കിംഗ് ടൈമിൽ മിക്കവാറും ഇതുപോലെയുള്ള നല്ല വസ്ത്രങ്ങൾ ആദ്യം യൂണിഫോം കിട്ടുന്നതിന് മുമ്പായിരിക്കും. അതിനെ കുറേ പേര് വിമർശിച്ചു. പക്ഷേ എനിക്ക് ഈ സൗകര്യവും എൻ്റെ ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എൻ്റെ സൗകര്യത്തിനനുസരിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അത് ഈ ഭൂമിയിൽ ആരെയും ഒരു വിധത്തിലും ബാധിക്കുന്നില്ല. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്ക്, ഞാൻ ഒരു നല്ല ഡ്രസ്സ് ഇട്ടിട്ട് കിച്ചണിൽ കുക്ക് ചെയ്യണമെന്നുള്ളത് ഈ കാണുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിൽ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? പക്ഷെ എങ്കിലും ഇങ്ങനെ ചൊറിയ കമൻറ്റ് സെക്ഷനിൽ ചൊറിച്ചിലെന്ന് വെച്ചാൽ അങ്ങേയറ്റം ചൊറിച്ചിൽ ഇങ്ങനെ അവർ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. അതിനുശേഷം യൂണിഫോം ഇട്ടിട്ട് കുക്ക് ചെയ്യുന്ന കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, ഞാനൊരു രാജ്യദ്രോഹ കുറ്റം ചെയ്താൽ പോലും ഇത്രയും ക്രൂശിക്കുന്ന ആൾക്കാരെ ഉണ്ടാവില്ല. അത്രയ്ക്കും ഒരുമാതിരി മോശമായ രീതിയിൽ അപമാനിക്കുന്ന രീതിയിൽ ചിരിയും അങ്ങനെ ഇങ്ങനെ, അതായത് ഞാനെന്തോ യൂണിഫോം ഒന്നും കാണാതെ കണ്ട് ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്ന പോലെ എന്നൊക്കെ പറയുന്നത്.
ആക്ച്വലി അതിൻ്റെ ആവശ്യം എന്താണ്? അല്ലെങ്കിൽ ഞാൻ കോളേജിൽ പോകണമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. ഓൾറെഡി എല്ലാവർക്കും അറിയില്ലേ, എത്രയോ ലക്ഷം ആൾക്കാർ ഓൾറെഡി കോളേജിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ ഒരു സമയം രാവിലെ നേരത്തെ 4:30 എണിച്ച് കുറേ പണികളുണ്ടാവും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു ടൈമിംഗ് വെച്ചിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നത്. എനിക്ക് കംഫർട്ടബിളായിട്ട് ഞാൻ മൊത്തം എല്ലാം റെഡിയായി നിന്നതിന് ശേഷം ബാക്കിയുള്ള, ഇപ്പോൾ നിങ്ങൾ പറയുന്നു നിങ്ങളും കുറേ പേര് ജോലി ചെയ്യുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, കുക്കിംഗ് ഒക്കെ ചെയ്ത് മക്കളെയൊക്കെ നോക്കിയിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഞങ്ങൾ ആരും ഇങ്ങനെ അല്ല എന്നുള്ളത്. പക്ഷേ ഇതിലൊരു കാര്യം, എൻ്റെ ജോലി എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് റെസിപ്പി ആയിട്ട് വീഡിയോ എടുക്കുന്നത്. ഒരു നോർമൽ ഒരു വീട്ടിൽ നിന്നുകൊണ്ട് ഒരു കുക്ക് ചെയ്യുന്നതിനേക്കാളും പ്രോസസ്സ് 4 ഇരട്ടിക്ക് കൂടുതലാണ് ആ ഒരു റെസിപ്പീസ്. 1, 2, 3, 4 റെസിപ്പീസ് പെർഫെക്റ്റോടുകൂടി ആ ഒന്നും കരിയാതെ പിടിക്കാതെ ഒരു 4 ഷോർട്ട് വീഡിയോ, റീൽ വീഡിയോ, ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 ഇരട്ടിക്ക് പണികളുണ്ട്. ആ സമയത്ത് എനിക്ക് എൻ്റെ ബസ് പോകുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങി ഓടാൻ പറ്റണം. അപ്പോൾ എല്ലാം ഞാൻ റെഡിയായി നിന്നാലേ എൻ്റെ മനസ്സിൽ ഞാൻ കംഫർട്ടബിളായിട്ട് ഞാൻ കുറച്ച് സമാധാനത്തോടെ, ഈവൻ ഒന്നും റെഡി ആയില്ലെങ്കിൽ എന്തെങ്കിലും ലാസ്റ്റ് പണി ബാക്കിയുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഇറങ്ങി പോകാൻ പാകത്തിന് പറ്റണം എന്നുള്ള മനസ്സിലൊരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഈ യൂണിഫോം ഇട്ട് നിൽക്കുന്നത്. ഒരു ദിവസം യൂണിഫോം ഇടാതെ ഒരു നോർമൽ ഡ്രസ്സ് ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ട് അവസാനം എനിക്ക് യൂണിഫോം ഇടാൻ പറ്റിയില്ല, ഇറങ്ങി ഓടേണ്ടി വന്നു. ഒരു ദിവസം അതുപോലെ ID കാർഡ് ഇടാൻ മറന്നു. എക്സാം ഹാളിൻ്റെ ഉള്ളിലേക്ക് പോയി ഞാൻ ആകെ പെട്ട്. ID കാർഡ് ഇല്ലാതെ അവർ എക്സാം എഴുതാൻ വിടില്ല. എന്നിട്ട് ഞാൻ ഹിജാബ് വെച്ച് മറച്ചൊക്കെ ഇരുന്നു ഞാൻ ID കാർഡ് ഇട്ടിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന രീതിയിൽ. ഒരു ദിവസം വാച്ച് കെട്ടാൻ മറന്നു. ഈ സംഭവങ്ങളൊക്കെ ആദ്യം തന്നെ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ടെൻഷൻ ഇല്ലാതെ എൻ്റെ ബാക്കിയുള്ള കുക്കിംഗ് ജോലികൾ ചെയ്യാം. അല്ലാതെ നിങ്ങളെ തൃപ്തിപ്പെടുത്താനും വേണ്ടിയിട്ട് ഞാനിതൊന്നും ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും. എനിക്ക് ബാക്കിയുള്ള ജോലികൾ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ കുറേ ഉണ്ട്. എന്തിനാണ് ഈ കമൻറ്റിൽ കിടന്ന് ഇവർക്ക് ഈ ബുദ്ധിമുട്ടൊന്ന് മനസ്സിലാവില്ല. ഞാൻ യൂണിഫോം ഇട്ട് ഇവിടെ നിന്ന് കുക്ക് ചെയ്ത് പിന്നെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ സ്മെല്ലടിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നു. എൻ്റെ ക്ലാസ്സിൽ ഒരാൾ പോലും അപ്പോൾ നിങ്ങൾ പറയും ഇതാരും പറയൂല. അങ്ങനെയല്ല. അങ്ങനെ സ്മെല്ല് വരുന്ന മസാലകളോ കാര്യങ്ങളോ ഞാനൊന്നും യൂസ് ചെയ്യുന്നില്ല. എൻ്റെ റെസിപ്പി ഓരോ യുണീക്കായിരിക്കും, അതിനനുസരിച്ചായിരിക്കും ഞാൻ ഓരോന്നും ചെയ്യുന്നത്. പിന്നെ ഡ്രസ്സിൽ വാരി തേക്കില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഏത് വിധത്തിലാണോ നിങ്ങളെയൊക്കെ അത് ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനു മുമ്പ് ഞാൻ എന്ത് ചെയ്താലും കുറ്റം പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അതായത് അവർക്ക് വേറൊന്നും കുറ്റം പറയാനില്ല. അപ്പം ഒന്നോ തലയിൽ തട്ടിടാത്തവരെ പോയി തട്ടിട്ടൂടെ ചോദിക്കും. അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ തലയിലൊക്കെ തട്ടിട്ട് അപ്പോൾ പിന്നെ നിനക്ക് മുഖം കൂടെ മറച്ചൂടെ ചോദിക്കും. മുഖം മറയ്ക്കുന്ന ആൾക്കാരോട് പറയും നിൻ്റെ സൗണ്ട് കേൾക്കാൻ പാടില്ല, നിനക്ക് അത് ചെയ്യാതിരുന്നൂടെ എന്ന് പറയും. അല്ലെങ്കിൽ മുഖം മറയ്ക്കുന്നവരോട് പറയും നീ മുഖം മറച്ചിട്ട് മൂഡ് കാണിക്കണമെന്ന് പറയും. നിങ്ങൾ എല്ലാറ്റിനെയും നിങ്ങൾ കുറ്റം പറയാം. എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ സെൻറ്റിമീറ്ററിന് കാണുന്നുണ്ടോ അവളെ എങ്ങനെ കുറ്റം പറയാം, അല്ലെങ്കിൽ അവളുടെ ഫുഡിനെ എങ്ങനെ കുറ്റം പറയാം, അല്ലെങ്കിൽ അവളുടെ മക്കളെ എങ്ങനെ കുറ്റം പറയാം. മുമ്പ് കുട്ടികളെ കാണുന്ന സമയത്ത് ഈ 4 കുട്ടികളൊക്കെ കാണിക്കുമ്പോൾ കുട്ടികൾ ഇല്ലാത്തവർക്ക് വിഷമാവില്ല, അതുകൊണ്ട് നീ അത് കാണിക്കണ്ടെന്ന് പറയും. ഫുഡ് കാണിക്കുന്ന സമയത്ത് പറയും ഫുഡ് കാണിക്കുന്നു, നീ അത് ഇല്ലാത്തവർ അത് കാണുമ്പോൾ അവർക്ക് വിഷമാവില്ല, അതുകൊണ്ട് ഫുഡ് കാണിക്കണ്ടെന്ന് പറയും. എന്താണ് പക്ഷേ 4-5 കൊല്ലമായിട്ട് നമ്മൾ തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ പുതിയ ഒരു സംഭവമാണ്. ആദ്യം ഇതുപോലെയുള്ള കളർ ഡ്രസ്സ് ഇട്ടിട്ട് കുക്ക് ചെയ്യേണ്ടതെന്നായിരുന്നു. അതിനുശേഷം യൂണിഫോം വന്നപ്പോൾ യൂണിഫോത്തിന് പറഞ്ഞു. ഇനി നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത്? ഇന്നും അതുപോലെ എന്തൊക്കെയോ വരുന്നു. നിങ്ങളെ ഒരു രീതിയിലും ഈ സമൂഹത്തിൽ ഒരാളെയും ബാധിക്കാത്ത, ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാത്ത കുറേ കാര്യങ്ങളെയാണ് നിങ്ങൾ ദീനിൻ്റെ പേരും പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മളെ ഉപദേശിക്കാൻ പറ്റുന്ന ആരും സോഷ്യൽ മീഡിയയിൽ വരില്ല. പുറത്തുനിന്ന് ഒരാൾ വന്ന് എന്നോട് പറയട്ടെ, എനിക്ക് കുറച്ചെങ്കിലും ഒരു ഇതുണ്ടാവും. ഇവർ ഇതിൽ നിന്ന് എല്ലാം കാണുകയും ചെയ്യും, എല്ലാം ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഈ പറയുമ്പോൾ എന്താണെന്നറിയാം നമുക്ക് ഏറ്റവും വിഷമം, അതായത് ഈ പറയുന്ന ആൾക്കാർ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാണ് എന്ന് അറിയിക്കാനും വേണ്ടിയിട്ട് ഇവർ ബുദ്ധിമുട്ടുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സ്ത്രീയാക്കി മാറ്റാനുള്ള ഒരു ടോണും അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് വിഷമാവൂലേ, നമ്മളത് റിയാക്ട് ചെയ്യൂലേ? നിങ്ങളെ ഒരു വിധത്തിലും ബുദ്ധിമുട്ടിക്കുന്നില്ലെങ്കിൽ എൻ്റെ യൂണിഫോമോടുകൂടിയുള്ള ഒരു കുക്കിംഗ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്കിപ്പ്. ഓക്കെ, തളർത്തരുത്. കാരണം ഈ ഉറക്കില്ലായ്മയുടെ ഒരു സംഭവമാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന. എൻ്റെ കണ്ണിൻ്റെ ഒരു ഇതുപോലും ഞാനൊരു ഫെമിനിസ്റ്റോ കാര്യങ്ങളോ ഒന്നല്ല. ഞാൻ പക്ക ഒരു എന്താ പറയുക, എൻ്റെ ഭർത്താവിന് വേണ്ട കാര്യങ്ങൾ, എൻ്റെ മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്തതിന് ശേഷമാണ് എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പം ഞാൻ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അതിനെയും കുറ്റം പറയുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മൾ എത്രയോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതൊന്നും ചിലപ്പോൾ തിരിഞ്ഞു പോലും നോക്കാൻ, ആ വീഡിയോ 2 ദിവസത്തോളം തിരിഞ്ഞു നോക്കാൻ ആൾക്കാരുണ്ടായിരുന്നില്ല. അതിലൊരു നല്ല വാക്ക് പറയാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല. അതേസമയം ഇപ്പുറത്ത് ഒന്നുമില്ലാതെ മാന്യമായിട്ട് ഒരു കുക്കിംഗ് വീഡിയോ യൂണിഫോം
വിട്ടു എന്നൊരൊറ്റ പേരിൻ്റെ പുറത്ത് അതിൽ കിടന്ന് അടിയും വക്കാണും വഴക്കും പറഞ്ഞ പോലെ ഇങ്ങനെ പരദൂഷണവും പച്ചറച്ചി തിന്നുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പുറത്ത് ഞാനിട്ട വീഡിയോയ്ക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. 3-4 ദിവസത്തിന് ശേഷം പുറത്തുനിന്നുള്ള ആൾക്കാർ കണ്ടിട്ടാണ് അത് റീച്ചായത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു മെൻറ്റാലിറ്റി ആലോചിച്ച് നോക്കൂ. എന്തിനാ കുറ്റം പറയുന്നത്? ഒരു യൂണിഫോം ഇട്ട് കുക്ക് ചെയ്തതിനോ? അതൊരു വസ്ത്രം തന്നെയല്ലേ? അതിനുള്ളൊരു എൻ്റെ ഒരു ഈ 5 ആൾക്കുള്ള ഭക്ഷണ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ അത് 4-5 വീഡിയോസാണ് എടുക്കുന്നത്. എന്നിട്ടാണ് അത് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അത്രയും ആ ഒരു ടൈം മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂണിഫോമിൽ തന്നെ ഓടി വന്ന് കുക്ക് ചെയ്യുന്നത്. അതെന്ത് ചൂടുള്ള മെറ്റീരിയലാണെന്നറിയോ? എന്നിട്ടും അത് ഇട്ട് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് അതേ ഉള്ളൂ ഓപ്ഷൻ. എനിക്ക് 24 മണിക്കൂറേ ഉള്ളൂ. ആരെടുത്തും പോയിട്ട് എനിക്ക് സമയം കടം വാങ്ങാനൊന്നും പറ്റില്ല. നിങ്ങളെ ഏത് വിധത്തിലാണ് എൻ്റെ യൂണിഫോം ബുദ്ധിമുട്ടിക്കുന്നത്? അല്ലെങ്കിൽ ആരെങ്കിലും ആ യൂണിഫോം ഇട്ട് അല്ലെങ്കിൽ ഇത്രത്തോളം കഷ്ടപ്പെട്ട് സിലു പണി ചെയ്യുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് സഹിക്കാത്തത് കൊണ്ടാണോ? അങ്ങനെ ആരും പറഞ്ഞു പോവരുത് ഇവളെ എന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ അങ്ങനെ കമൻ്റ് ഇടുന്നത്? പക്ഷേ ഈ കമൻ്റൊക്കെ ഊർജം കൂട്ടുകയുള്ളൂ കേട്ടോ. അതൊരു കാര്യമുണ്ട്. എൻ്റെ വീഡിയോൻ്റെ വ്യൂസ് കൂട്ടും, റേഞ്ച് കൂട്ടും. അതല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം മാത്രം നടക്കില്ല. പോസിറ്റീവായിട്ടേ വരുള്ളൂ. ഇത് കാണുന്തോറും എനിക്ക് അതിൻ്റെ ആവേശം കൂടൂലേ? നമ്മളെ മോൾഡ് ചെയ്തെടുക്കുന്നത് ഈ ചുറ്റുപാടുള്ള നമ്മുടെ ആൾക്കാരാണ്, നമ്മുടെ സമൂഹമാണ്. എന്നെ എത്രത്തോളം ബോൾഡാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ മാതിരിയുള്ള അവകാശമില്ലാത്ത കാര്യത്തിൽ കമൻ്റ് ഇടുന്ന ആൾക്കാരാണ്. ഞാൻ ചിന്തിക്കും അപ്പോൾ ഇവർക്ക് ഏത് വിധത്തിലാണ് ഇങ്ങനൊരു കാര്യം പറയേണ്ടത്? ഒരാൾക്കൊരു നന്മ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യാന്നല്ലാതെ തളർത്തുക എങ്ങനെയെന്നുള്ളതാണ് ആലോചിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്നെനിക്കുണ്ടായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല. ഇനിയെങ്കിലും ആരുടെയെങ്കിലും ജീവിതത്തിൽ അവകാശമില്ലാത്ത കാര്യം പറയാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക, അത് ഏത് വിധത്തിലാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്. ഉണ്ടോ? ഇല്ലയെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ അഭിപ്രായം പറയാതിരിക്കുക. പിന്നെ അതുപോലെ ഈ ബോഡി ഷേമിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു കാര്യമില്ലാതെ ബോഡി ഷേമിങ് ചെയ്യുക എന്താ അല്ലേ? അപ്പോൾ മൊത്തത്തിൽ ഫസ്റ്റ് തുടങ്ങി വന്നത് നമ്മൾ ആ ഒരു കോളിൻ്റെ കാര്യത്തിലൊക്കെ ആയിരുന്നു. ഞാൻ ഇനി സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അയാളോട് ഇത്രയും സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് പല 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 അഭിപ്രായങ്ങളുണ്ടാവും. ഇപ്പം തന്നെ ആ ഒരു ഉമ്മാനെ തല്ലിക്കൊല്ലാൻ നിന്ന് ബാക്കിയുള്ളവരെയൊക്കെ കൊന്ന ആ ഒരു പയ്യൻ്റെ കേസിൽ പോലും ഇപ്പോൾ 2 രീതിയിലാണ് ആൾക്കാർ അഭിപ്രായം പറയുന്നത്. അത് സ്വാഭാവികമാണ്. ഈ സമൂഹം അങ്ങനെയാണ്. ഉമ്മാനെ തല്ലിയാലും പറയാൻ സപ്പോർട്ട് നിൽക്കാനും അല്ലാത്തവരും 2 തരം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണ്. ഇതൊക്കെ എന്തിൻ്റെ ഇതിലാണെന്നറിയോ? സാമ്പത്തിക ബാധ്യതയിലാണ് ആ കുട്ടി അങ്ങനെ ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായതൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാശുണ്ടാക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള രീതി പോലെ ചിലർ കമൻ്റ് ഇടും. അതെന്താ? കാശ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. വേറെ ആരെങ്കിലും ഇതൊക്കെ കാശിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് പറയും. ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവനവൻ്റെ പണി ചെയ്തിട്ടല്ലേ കാശ് ഉണ്ടാക്കുന്നത്. അതെന്തിനാ അങ്ങനെ മോശമായിട്ട് പറയുന്നത്? ഞാൻ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഞാൻ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ ഉൾപ്പെടെ, എൻ്റെ ഫാമിലി ഉൾപ്പെടെ, അതല്ലാത്ത കുറച്ച് പേർക്ക് ഉൾപ്പെടെ ഒന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിക്കാനോ എങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ? നന്മ കണ്ടൂടെ? തിന്മ മാത്രം ഇങ്ങനെ എന്താ പറയുക, ലെൻസ് വെച്ച് നോക്കി കണ്ടുപിടിച്ച് ഇനി എന്ത് പറയാൻ പറ്റും എന്ന് നോക്കുന്ന ആ സമയത്ത് എന്തെങ്കിലും ഒരു നന്മ കണ്ടൂടെ? എന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കഷ്ടപ്പെടല്ലേ? പലരെയും കണ്ടാൽ അങ്ങനെ തോന്നും. നിങ്ങളൊക്കെ സ്വർഗം ബുക്ക് ചെയ്ത് വെച്ചിരിക്കും, ഞാനെന്തോ നരകത്തിലേക്ക് ഇതാക്കി വെച്ച പോലെ. നിങ്ങളാരും അല്ല എൻ്റെ സ്വർഗവും നരകവും ഒന്നും നിശ്ചയിക്കുന്നത്. അത് എൻ്റെ മനസ്സിലുള്ള നിയത്തനുസരിച്ച് പഠിച്ചോനും ഞാനും മാത്രമുള്ളതല്ലേ. എനിക്കെല്ലാം നല്ല വ്യക്തമായിട്ടുള്ള ബോധ്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് നിങ്ങൾ അടി കൂടാനും വേണ്ടി നിൽക്കണ്ട. ഞാനിപ്പോൾ യൂണിഫോം ഇട്ടത് കൊണ്ടോ, ഇനി ഒരു കമൻ്റ് ഉണ്ടായിരുന്നു പർദ്ദ ഇട്ടിട്ട് പോയിക്കൂടെ കോളേജിലേക്ക് എന്നുള്ളത്. നിങ്ങളുടെ ഫാമിലിയിൽ ചിലപ്പോൾ അങ്ങനെ പോകുന്ന കുട്ടികളുണ്ടാവാം. പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ പോകാൻ താല്പര്യം തൽക്കാലം ഇല്ല. പർദ്ദ മാത്രമാണ് ഇസ്ലാമിക വേഷം എന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് മാന്യമായിട്ടുള്ള രീതിയിൽ മറക്കേണ്ടത് മറിച്ചിട്ട് പോകാം. അപ്പോൾ ചിലർ പറയും അപ്പം മുഖവും മുൻകൈയും എന്നുള്ളത്. ഈ ഭൂമിയിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു പെണ്ണിൻ്റെ മുഖമാണോ ഇത്? ആണോ? അല്ലെങ്കിൽ ഈ കമൻ്റ് ഇടുന്ന എത്ര ലേഡീസിനെ ഒരു പുരുഷൻ പോലും കണ്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റും? ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വിവാഹത്തിന് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കാണുന്ന എല്ലാ മുസ്ലിം സ്ത്രീകളും മുഖം മറിച്ചിട്ടാണോ നടക്കുന്നത്? അല്ലെങ്കിൽ മുഖം കാണിക്കുന്ന ഒരു സ്ത്രീനോട് പോയിട്ട് ഇവർ നേരിട്ട് ഇതുപോലെ പോയി പറയുമോ? സോഷ്യൽ മീഡിയ മാത്രമല്ല, നേരിട്ടും അങ്ങനെ ആണെങ്കിൽ അത് തെറ്റന്നെയല്ലേ? പക്ഷേ ഇതിൽ 2 തരം അഭിപ്രായങ്ങളാണ് ഇപ്പോഴും ഉള്ളത്. 2 തരം വിശ്വാസങ്ങൾ വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ നീചമായ രീതിയിൽ എന്നെ മോശമാക്കി പറയാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? ഇല്ല.
എൻ്റെ ഈ മുഖം കാണുമ്പോഴേക്കും ഏതെങ്കിലും ഒരു പുരുഷന് ഏതെങ്കിലും വിധത്തിൽ വികാരം വരുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മുഖം പറയണമെങ്കിൽ ഈ മൂക്കും ഈ ചുണ്ടുമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇത് കാണുമ്പോഴേക്കും വികാരം വരുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ പ്രശ്നമാണോ അല്ല എൻ്റെ പ്രശ്നമാണോ? അവരെയല്ലേ മുഖം താഴ്ത്തേണ്ടത്, തല താഴ്ത്തി നടക്കേണ്ടത്. അങ്ങനെ പറഞ്ഞത് അറിയില്ലേ? ഇനി സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ കമൻ്റ് ഇടുന്ന എത്ര ലേഡീസ് കണ്ണ് പൊത്തിയിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നുണ്ട്. അതായത് ഞാൻ പെണ്ണിനെ മാത്രമേ നോക്കുള്ളൂ, ഒരു പുരുഷനെ നോക്കില്ല എന്ന് പറഞ്ഞിട്ട് സ്ക്രോൾ ചെയ്ത് പെണ്ണിൻ്റെ വീഡിയോ മാത്രം വരുമ്പോൾ നിങ്ങൾക്കറിയും നിങ്ങൾ അപ്പം മാത്രമാണോ ഓപ്പൺ ചെയ്ത് നോക്കുന്നത്? അല്ലല്ലോ, നിങ്ങളും പുരുഷന്മാരെ കാണുന്നില്ലേ? അപ്പം ഇതൊക്കെ ഞാൻ ചോദിക്കൂലേ? എന്നെ ഇങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ ഒരു മുഖം കാണിച്ചു എന്നുള്ള ഒരൊറ്റൊരു റീസണും വേണ്ടിയിട്ട് എന്നെ അത്രയും മോശമായിട്ട് നിങ്ങളെല്ലാവരും ചിത്രീകരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അഭിമാനമുള്ള ഒരാൾ തിരിച്ചു ചോദിക്കൂലേ? നിങ്ങൾ അതും കൂടി ചിന്തിക്കണ്ടേ? നിങ്ങൾ മുഖം മറിച്ചിട്ടാണോ ജീവിതകാലം ഫുള്ളും നടക്കുന്നത്? ഒരു പുരുഷനെ നിങ്ങൾ എന്നെ വരെ കണ്ടിട്ടില്ലേ? പുരുഷന്മാരെ നിങ്ങൾ നോക്കിയിട്ടില്ലേ? ഇതൊക്കെ മനസ്സുള്ള നീയത്തല്ലേ? നീയത്തനുസരിച്ചിട്ടല്ലേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് എഴുതി തള്ള നിങ്ങളൊക്കെ സ്വർഗത്തിലും ഇവള് നരകത്തിലെ വിറവ് കൊള്ളിയാണെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ പറയുമ്പോൾ പറയും തട്ടൊട്ട ഫെമിനിസ്റ്റ് എന്നുള്ളത് പുതിയ പേരപ്പം. ആർക്കാ അർഹത ഉള്ളത് ഇവിടെ വന്നിട്ട് ഇതുപോലെയുള്ള കമൻസ് ഇടാൻ? നേരം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ നേരം ഖുർആൻ ഓതിയിട്ടോ അല്ലെങ്കിൽ ദിക്ർ ചൊല്ലിയിട്ടോ ഇരുന്നൂടെ? നിങ്ങളെന്താ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ദഅവത്ത് നടത്താൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണോ? ദഅവത്ത് മാത്രം ആണോ? അല്ലല്ലോ, വേറെ വഴിയില്ല പറയാതെ. ഇവരൊക്കെ വിചാരം ഇവർ മാത്രം പെർഫെക്റ്റ്, ബാക്കിയുള്ളവരൊക്കെ മോശമാണ്. അങ്ങനെ പറയാനുള്ള അവകാശമുണ്ടോ? 4 നല്ല കാര്യം ചെയ്യാം മരിക്കുന്നതിന് മുമ്പ്. ആർക്കെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏത് ഫീൽഡാണെങ്കിലും ആ ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ട് 4 നന്മ ചെയ്യുക. ആൾക്കാരിൽ കാണുന്ന നന്മയെ പ്രോത്സാഹിപ്പിക്കുക. തിന്മ മാത്രം ചൂഴ്ന്ന് അന്വേഷിക്കുമ്പോൾ തൻ്റെ ഭാഗത്ത് എന്തൊക്കെ ചീഞ്ഞ് നാറുന്നുണ്ട് എന്നുള്ളത് ആദ്യം ആലോചിക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ നമ്പർ മിസ്യൂസ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഞാൻ അത്രയ്ക്കും എന്താ പറയുക, ഈ കവള് അടിച്ചാൽ ഈ കവള് കാണിച്ചു കൊടുക്കുന്ന സ്വഭാവം എന്നല്ല. ഭയങ്കര ഡിപ്രഷനാണ്, ഭയങ്കര സ്ട്രെസ്ഡാണ്, എല്ലാം കൊണ്ടും ആകെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഇരട്ടിക്ക് തിരിച്ച് വരുമായിരിക്കും. പക്ഷേ ഇതുപോലെ ചിലപ്പോൾ ഞാൻ പബ്ലിക്കാക്കി നമ്പറൊക്കെ പബ്ലിക്കാക്കിയാൽ നിങ്ങളുടെ ഫാമിലിക്കും എല്ലാവർക്കും മോശമാണ്. അതിനുള്ളൊരു സിറ്റുവേഷൻ ഒന്നും വരുത്തിക്കാതിരിക്കുക. പിന്നെ എൻ്റെ കാറിൻ്റെ പൈസ 8 നിലയിൽ പറ്റിച്ച കഥ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോ, ഏത് രീതിക്കാണ് അവരെന്നെ പ്ലാൻ ചെയ്ത് പറ്റിച്ചത് എന്നുള്ളത്. ഓക്കെ, അത് ഭയങ്കര വല്ലാത്തൊരു ട്രാജഡിയാണ്. അത് ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. ഇനി ആരും ഇതുപോലെ പറ്റിക്കപ്പെടാതിരിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ പറയും എപ്പോൾ വീഡിയോ ഇടണം എന്നുള്ളത്, അതിനനുസരിച്ച് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എന്തൊക്കെയോ സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളാണ്. ഇനിയും ഉണ്ട് കുറേ കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ പതിയെ വരാം. ഓക്കെ, ബൈ. വേറൊരു വോയിസ് കേട്ടില്ലല്ലോ. അയാൾ എന്നിട്ട് വീണ്ടും കുറേ പ്രാവശ്യം വിളിച്ചടോ, ഞാൻ എടുത്തില്ല. ഹലോ ഹലോ, അസ്സലാമലൈക്കും. പറയൂ. ഹലോ, അസ്സലാമലൈക്കും. വലൈക്കും സലാം. ആരാണ്? അതായത് ഈ നമ്പേഴ്സ് ഒന്നും നമ്മൾ സേവ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ആരാ വിളിച്ചത് എന്താ ഇതെന്നുള്ളത് അറിയില്ല. എനിക്ക് ആദ്യം ഒരു സംശയം തോന്നിട്ട് പിന്നെയാണ് ഇനി വേറെ ആരെങ്കിലും ആയിരിക്കോ പഠിച്ചോനെ വിചാരിച്ചിട്ട് പറയുന്നത്. നമ്മളല്ലേ കുറച്ചപ്പോഴേ കാര്യം പറഞ്ഞത്. പറയൂ. മാപ്പിളോട് പറയാ പറയാ. പറ. ഞാനല്ലോട് എന്നോട് പച്ച മലയാളത്തിൽ പറഞ്ഞത് കല്യാണം കഴിഞ്ഞതാണ് എന്നുള്ളത്. തലക്ക് വല്ല അസുഖം ഉണ്ടെങ്കിൽ വല്ല ഹോസ്പിറ്റലിലേക്കും പോവാ, അല്ലാതെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. ദേഷ്യം വന്നാൽ ലാസ്റ്റ് കാണിക്കണതാ ശ്വാസം അങ്ങോട്ട് വലിച്ചങ്ങോട്ട് വിടുക. അപ്പോൾ എന്തോ മെൻ്റലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും, അല്ലാതെ ഇതായിരിക്കില്ല. സ്ത്രീകൾ പുറത്ത് വരുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങളെ പോലെയുള്ള കുറേ ആൾക്കാരെ പേടിച്ചു കൊണ്ടാടോ. എന്തിനാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ നിൽക്കുന്നത്? ഒന്ന് നിർത്തിക്കൂടെ? ഇനി കുറേ പെണ്ണുങ്ങൾ എഴുന്നള്ളും, നീ എന്തിനാണ് അവനോട് സംസാരിച്ചത്, നിനക്ക് അവനോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ലേ? ഞങ്ങൾക്ക് ഇങ്ങനെ കോൾസ് വരാറുണ്ട്, ഞങ്ങളാരും അറ്റൻഡ് ചെയ്യാറില്ല, ഞങ്ങളാരും സംസാരിക്കാറില്ല, ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. എല്ലാവരും ഒരുപോലെയല്ല, റിയാക്ട് ചെയ്യുന്ന സ്ത്രീകളും ഉണ്ടാവും. അങ്ങനെയുള്ളവർ റിയാക്ട് ചെയ്യട്ടെ എന്ന്.
നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൻ വേറെ ആളെ തേടി പോവും. ഇതേത് അവൻ വേറെ ആളെ തേടി പോകുന്ന സമയം ഒരാൾ റിയാക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള പേടിയെങ്കിലും ഉണ്ടാവും. നിങ്ങൾ ഒതുങ്ങി ജീവിക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ എല്ലാവരെയും കൊണ്ടും അങ്ങനെ ഒതുക്കി നിർത്തരുത്. കാലം മാറിയിട്ടുണ്ട്, സ്ത്രീകൾ മാറിയിട്ടുണ്ട്, അവർക്ക് തൻ്റെ ഇടവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അവർ റിയാക്ട് ചെയ്യും. അപ്പോൾ ശരി, ടാറ്റാ.